വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് +2 അക്കൗണ്ടൻസിയുടെ ഒരു ക്ലാസ് പബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ അക്കൗണ്ടൻസിയുടെ 3 ചാപ്റ്റേഴ്സ് നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തു. അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ വരെ നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചാപ്റ്റർ 4, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം, റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ. റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പിൽ നിന്നും ഒരു പാർട്ണർ പാർട്ണർഷിപ്പ് മതിയാക്കി വെളിയിലേക്ക് പോവുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഏത് പാർട്ണറാണോ പാർട്ണർഷിപ്പ് മതിയാക്കി വെളിയിലേക്ക് പോകുന്നത്, ആ വെളിയിലേക്ക് പോകുന്ന പാർട്ണറെയാണ് നമ്മൾ പറയുന്നത് ഔട്ട് ഗോയിങ് പാർട്ണർ എന്ന് പറയുന്നത്. റിട്ടയർമെന്റ് കേസിൽ റിട്ടയറിംഗ് പാർട്ണർ എന്നും പറയാം. ഡെത്തിന്റെ കേസിലാണെങ്കിൽ ഡിസീസ്ഡ് പാർട്ണർ എന്നും നമുക്ക് പറയാം. ഇപ്പോൾ റിട്ടയർമെന്റ് ആയാലും ഡെത്ത് ആയി കഴിഞ്ഞാലും ഒരു പാർട്ണർ പാർട്ണർഷിപ്പ് മതിയാക്കി വെളിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റിൽ വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ റിട്ടയർമെന്റും ഡെത്തും തമ്മിൽ. മിക്കവാറും എല്ലാ ട്രീറ്റ്മെന്റുകളും രണ്ടിലും സെയിം ആണ്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രം അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. റിട്ടയർമെന്റ് ആയാലും ഡെത്ത് ആയി കഴിഞ്ഞാലും എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് ഡീഡ് അവിടെ ഇല്ലാതാവുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ 3 പേര് ചേർന്ന് പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തിക്കൊണ്ടുപോകുമ്പോൾ അതിലൊരു പാർട്ണർ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഡീഡ് അവിടെ ഇല്ലാതാവും. അപ്പൊ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ചേർന്നുകൊണ്ട് പുതിയൊരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ബിസിനസ് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ റിട്ടയർമെന്റ് ഡെത്തിന്റെ കേസിൽ ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുകയോ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ റിമൈനിങ് പാർട്ട്നേഴ്സ് ചേർന്നിട്ട് പുതിയൊരു അഗ്രിമെന്റ് ഉണ്ടാക്കണം. ആ പുതിയ അഗ്രിമെന്റ് ബേസിലാണ് അവർ പിന്നെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത്. നോക്കാം. റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ. On the retirement or death of a partner, the existing partnership deed comes to an end. A new partnership deed needs to be framed by the remaining partners. They continue to do their business on changed terms and conditions. Next, adjustments required at the time of retirement or death of a partner. ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മരണപ്പെടുന്ന സമയത്ത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റുകളാണ് സാധാരണ നിലയിൽ വരുത്തേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. സെക്കൻഡ്, ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. തേർഡ്, ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. ഫോർത്ത്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. 5, accumulated profits and losses. 6, calculation of the amount due to the retiring or deceased partner. 7, disposal of amount due to retiring partner. 8, adjustment of partner's capital. ഇത്രയാണ് പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ വരുത്തേണ്ടത്. ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. New profit sharing ratio is the ratio in which the remaining partners will share future profits after the retirement or death of any partner. ഏതെങ്കിലും ഒരു പാർട്ണർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ഏത് അനുപാതത്തിലാണോ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് ആ അനുപാതത്തെയാണ് നമ്മൾ പറയുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. Case 1, if the retiring partner's share is acquired by remaining partners in their old ratio or nothing is mentioned. ഏത് പാർട്ണറാണോ റിട്ടയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നത് അയാളുടെ ഷെയർ ഏത് അനുപാതത്തിലാണ് റിമൈനിങ് പാർട്ട്നേഴ്സ് എടുക്കുന്നത് എന്ന ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ല. അല്ല എങ്കിൽ ആ അനുപാതം എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ തന്നെയാണ്. അങ്ങനെ റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ഷെയർ റിമൈനിങ് പാർട്ട്നേഴ്സിന് ലഭിക്കുന്നത് ഓൾഡ് റേഷ്യോയിലാണ്. അല്ല എങ്കിൽ ഏതാണ് റേഷ്യോ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല എങ്കിൽ
എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ, എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം sharing profits in the ratio of 3:2:1. If first one, partner A retires, the new ratio will be partner A retire ചെയ്യാണ്. എ ബി സി എന്ന് പറയുന്ന 3 പാർട്ട്നേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ്. പാർട്ട്ണർ എ റിട്ടയർ ചെയ്യുന്നു. ഇപ്പൊ എയുടെ ഷെയർ എന്ന് പറയുന്നത് 3/6 ആണ്. ഇപ്പൊ എയുടെ ഷെയർ ആയ 3/6 ഷെയർ ബിക്കും സിക്കും ഏത് അനുപാതത്തിലാണ് കൊടുക്കുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അങ്ങനെ പറയുന്നില്ല എങ്കിൽ എങ്ങനെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കാം. അവരുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് A:B:C ഈക്വൽ ടു 3:2:1. അതിൽ എ റിട്ടയർ ചെയ്യുന്നു. ഇപ്പൊ എയുടെ ഷെയർ ബിക്കും സിക്കും ഏത് അനുപാതത്തിലാണ് ലഭിക്കുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എ റിട്ടയർ ചെയ്യുമ്പോൾ എ ഒഴിവാക്കി കഴിഞ്ഞാൽ എയുടെ റേഷ്യോ ഒന്നും ആ ഷെയർ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് B:C ഈക്വൽ ടു 2:1. അതായിരിക്കും അവരുടെ പുതിയ റേഷ്യോ. പുതുതായിട്ട് പാർട്ട്നേഴ്സ് ബിയും സിയും മാത്രമേ ഉള്ളൂ. എ റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ബിയും സിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആയിരിക്കും. ബി, പാർട്ട്ണർ ബി റിട്ടയേഴ്സ്, ദി ന്യൂ റേഷ്യോ വിൽ ബി, ഈ 3 പാർട്ട്നേഴ്സിൽ പാർട്ട്ണർ ബി ആണ് റിട്ടയർ ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് റേഷ്യോ വരുമോ നോക്കാം. A:B:C അവരുടെ പഴയ റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ്. അതിൽ ബി ആണ് റിട്ടയർ ചെയ്യുന്നത്. ഇപ്പൊ ബി എ ഒഴിവാക്കി കഴിഞ്ഞാൽ A:C വരും. ഇപ്പൊ A:C എന്ന് പറയുമ്പോൾ 3:2:1 എന്ന് 2 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 3:1 ആണ്. ഇപ്പൊ A:C ഈക്വൽ ടു 3:1. ഇനി സി, പാർട്ട്ണർ സി റിട്ടയേഴ്സ്, ദി ന്യൂ റേഷ്യോ വിൽ ബി, പഴയ റേഷ്യോ A:B:C ഈക്വൽ ടു 3:2:1. സി എ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന റേഷ്യോ എന്ന് പറയുന്നത് A:B ഈക്വൽ ടു 3:2. നെക്സ്റ്റ്, കേസ് 2. ഇഫ് ദി റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഈസ് acquired by remaining partners in some other ratio. As an example, A, B and C are partners sharing profits and losses in the ratio of 5:3:2. B retires from the firm and his share was acquired by A and C in the ratio of 2:1. Calculate new ratio. ഈ ക്വസ്റ്റ്യനിൽ എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. 5:3:2 അവർ ഷെയർ ചെയ്യുന്നത്. ആ കേസിലാണ് ബി റിട്ടയർ ചെയ്യുന്നത്. ഇപ്പൊ ബി റിട്ടയർ ചെയ്യുമ്പോൾ ബിയുടെ ഷെയർ എന്ന് പറയുന്നത് 3/10 ആണ്. ആ 3/10 ഷെയർ എക്കും സിക്കും ലഭിക്കുന്നത് 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അപ്പൊ എക്ക് എത്ര ലഭിക്കുന്നുണ്ട്, സിക്ക് എത്ര ലഭിക്കുന്നുണ്ട് നോക്കുക. അത് പഴയ ഷെയറിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പുതിയ ഷെയർ ആയി. എയുടെ പഴയ ഷെയർ പ്ലസ് ബിയുടെ ഷെയറിന്റെ അകത്ത് എത്രമാത്രം ഷെയർ പ്രൊപ്പോർഷൻ ആണ് എക്ക് ലഭിക്കുന്നത് അതുകൂടി ആഡ് ചെയ്യുക. അതുപോലെ സിയുടെ ഓൾഡ് ഷെയർ പ്ലസ് ഇപ്പോഴും ലഭിക്കുന്ന എത്രയാണ് അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിയുടെ ഷെയറും ആയി. നമുക്ക് നോക്കാം. ഓൾഡ് റേഷ്യോ A:B:C ഈക്വൽ ടു 5:3:2. അതിൽ ബി ആണ് റിട്ടയർ ചെയ്യുന്നത്. ഇപ്പൊ ബി റിട്ടയർ ചെയ്യുമ്പോൾ ബിയുടെ ഷെയർ എന്ന് പറയുന്നത് 3/10 ആണ്. 5:3:2 ആണ്. ഇപ്പൊ 3/10 ആണ് ബിയുടെ ഷെയർ. അപ്പൊ ബിയുടെ ഷെയർ ആയ 3/10 എക്കും സിക്കും ലഭിക്കുന്നത് 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ എക്ക് കിട്ടുന്നത് 3/10, ദാറ്റ് ഈസ് ബിയുടെ ഷെയർ 3/10 ഇൻറ്റു 2/3. 2:1 ആണ്. ഇപ്പൊ 2/3 എക്ക് കിട്ടും. ഇപ്പൊ വരുന്നത് 6/30. അത് നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ 2/10 കിട്ടും. ഇനി സി ഗെറ്റ്സ് 3/10 ആണ് ബിയുടെ ഷെയർ, അതിന്റെ 2:1 ആണ്. അപ്പൊ 1/3 ആണ് കിട്ടുക. അപ്പോൾ 3/10 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് 3/30 കിട്ടും. അതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 1/10 വരും. ഇനി എസ് ന്യൂ ഷെയർ, എയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്, എയുടെ പഴയ ഷെയർ എന്ന് പറയുന്നത് 5:3:2 ആണ്. അപ്പൊ എയുടെ പഴയ ഷെയർ എന്ന് പറയുന്നത് 5/10 ആണ്. ഇപ്പൊ 5/10 പ്ലസ്
ഇപ്പം എക്ക് പുതുതായിട്ട് കിട്ടുന്നത് 2/10th ഷെയർ ആണ്. ഇപ്പൊ 5/10 പ്ലസ് 2/10. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആഡ് ചെയ്യാം. 5 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 10 ഇടാം. ഇപ്പൊ 7/10 കിട്ടും. നെക്സ്റ്റ് സീസ് ന്യൂ ഷെയർ. സിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്, സിയുടെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 5:3:2 ആകുമ്പോൾ 2/10 ആയിരുന്നു. അതിനകത്ത് പുതുതായിട്ട് കിട്ടുന്നത് 1/10 ആണ്. ഇപ്പൊ 2/10 പ്ലസ് 1/10, ദാറ്റ് ഈസ് 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 10, ദാറ്റ് ഈസ് 3/10. ഇതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, ഡിഡക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നേരത്തെ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ ക്ലാസ് ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ന്യൂ റേഷ്യോ ആയിട്ട് വരുന്നത് എയുടെ ഷെയർ എന്ന് പറയുന്നത് 7/10 സിയുടേത് 3/10 ആണ്. അതുകൊണ്ട് തന്നെ A:C എന്ന് പറയുന്ന ന്യൂ റേഷ്യോ ആയിട്ട് കിട്ടുന്നത് 7:3 ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ, A, B and C are partners sharing profits and losses in the ratio of 3:2:1. B retires from the firm and his share was acquired by A and C equally. Calculate new ratio. A, B, C മൂന്ന് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ റേഷ്യോ 3:2:1 ആണ്. ബി ആണ് റിട്ടയർ ചെയ്യുന്നത്. ഇപ്പൊ ബിയുടെ ഷെയർ എന്ന് പറയുന്നത് 2/6 ആണ്. അപ്പൊ ഈ 2/6 ഷെയർ എക്കും സിക്കും കിട്ടുന്നത് ഈക്വൽ ആണ്, എന്ന് പറഞ്ഞാൽ പകുതി പകുതിയാണ്. പകുതി എക്ക് കിട്ടും, പകുതി സിക്ക് കിട്ടും. 1:1 എന്നുള്ള പറയുന്ന റേഷ്യോയിലാണ് ബിയുടെ ഷെയർ എക്കും സിക്കും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. നോക്കാം. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് A:B:C ഈക്വൽ ടു 3:2:1. ബിയുടെ ഷെയർ, ബി ഷെയർ എന്ന് പറയുന്നത് 2/6 ആണ്. ഇപ്പൊ എക്ക് കിട്ടുന്നത് ബിയുടെ ഷെയറിന്റെ പകുതിയാണ് എക്ക് കിട്ടുക. ദാറ്റ് ഈസ് എ ഗെറ്റ്സ് 2/6 into 1/2, that is 2/12, that is equal to 1/6. അതിന് രണ്ടും കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/6 കിട്ടും. ഇനി സി ഗെറ്റ്സ് 2/6 ആയ ബിയുടെ ഷെയറിന്റെ പകുതി, 2/6 into 1/2, that is 2/12. അതിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1/6 കിട്ടും. ഇനി എസ് ന്യൂ ഷെയർ, എയുടെ പുതിയ ഷെയർ എത്രയാണെന്ന് കാണണം. അപ്പൊ പഴയ ഷെയർ പ്ലസ് ഇപ്പൊ കിട്ടുന്നത് എത്രയാണോ അത്. എയുടെ പഴയ ഷെയർ എന്ന് പറയുന്നത് 3:2:1 ആകുമ്പോൾ 3/6 ആണ്. ഇപ്പൊ 3/6 പ്ലസ് ഇപ്പം എക്ക് പുതുതായിട്ട് കിട്ടുന്നത് 1/6 ആണ്. ഇപ്പൊ 3/6 പ്ലസ് 1/6, that is 3 plus 1 divided by 6, that is 4/6. ഇനി സീസ് ന്യൂ ഷെയർ, സിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്, സിയുടെ പഴയ ഷെയർ എന്ന് പറയുന്നത് 3:2:1 ആകുമ്പോൾ 1/6 ആണ്. പ്ലസ് സിക്ക് ഇപ്പൊ കിട്ടുന്ന പുതുതായിട്ട് കിട്ടുന്ന ഷെയർ എന്ന് പറയുന്നത് 1/6 ആണ്. ഇപ്പൊ 1/6 പ്ലസ് 1/6, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്റർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. 1 plus 1 divided by 6, that is 2/6. So new ratio A:C equal to 4:2. അതിന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2:1. നെക്സ്റ്റ്, A, B and C are partners sharing profits and losses in the ratio of 1:1:1. C retires from the firm and his share was acquired by A and B in 2:1. Calculate new ratio. ഇപ്പോൾ A, B, C എന്ന് പറയുന്ന പാർട്ട്നേഴ്സ് ഈക്വൽ ആയിട്ടാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1:1:1. അതിനുശേഷം സി ആണ് റിട്ടയർ ചെയ്യുന്നത്. സിയുടെ ഷെയർ എക്കും ബിക്കും ലഭിക്കുന്നത് 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓൾഡ് റേഷ്യോ A:B:C ഈക്വൽ ടു 1:1:1. സീസ് ഷെയർ എന്ന് പറയുന്നത് 1/3. അപ്പോൾ എ ഗെറ്റ്സ് 1/3 into 2/3, that is equal to 2/9. B gets 1/3 into 1/3, that is 1/9. അപ്പോൾ എയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എസ് ന്യൂ ഷെയർ ഈക്വൽ ടു പഴയ ഷെയറായ 1/3 പ്ലസ് ഇപ്പോഴും ലഭിക്കുന്നത് 2/9. അപ്പോൾ 1/3 പ്ലസ് 2/9 ഈക്വൽ ടു
ഡിനോമിനേറ്റർ രണ്ടും വ്യത്യസ്തമാണ്. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടി 1/3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/3 ഇൻറ്റു 3/3 പ്ലസ് 2/9 ഈക്വൽ ടു 3/9 പ്ലസ് 2/9. ദാറ്റ് ഈസ് 3 പ്ലസ് 2 ഡിവൈഡ് ബൈ 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/9. നെക്സ്റ്റ് ബീസ് ന്യൂ ഷെയർ. ബിയുടെ പഴയ ഷെയർ 1/3 പ്ലസ് ബിക്ക് ഇപ്പം പുതുതായിട്ട് ലഭിക്കുന്നത് 1/9. അപ്പോൾ 1/3 പ്ലസ് 1/9 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ആദ്യം ഈക്വൽ ആക്കുക. 1/3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 9 ആവും. അപ്പോൾ 1/3 ഇൻറ്റു 3/3 പ്ലസ് 1/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/9 പ്ലസ് 1/9. 3 പ്ലസ് 1 ഡിവൈഡ് ബൈ 9 ദാറ്റ് ഈസ് 4/9. ഇനി നമുക്ക് ന്യൂ റേഷ്യോയിലേക്ക് മാറ്റി എഴുതാം. ന്യൂ റേഷ്യോ A:B ഈക്വൽ ടു 5:4. നെക്സ്റ്റ് ഗെയിനിങ് റേഷ്യോ. The ratio in which the continuing partners have acquired the share from the retiring or deceased partner is called the gaining ratio. റിട്ടയറിംഗ് പാർട്ണറുടെ അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഏത് അനുപാതത്തിലാണോ റിമൈനിങ് പാർട്ട്നേഴ്സിന് ലഭിക്കുന്നത് അതിനെയാണ് പറയുന്നത് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഗെയിനിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ന്യൂ റേഷ്യോ എന്ന് ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിനിങ് റേഷ്യോ ആയി. ഇതേപോലെ നമ്മൾ വേറൊരു റേഷ്യോ അഡ്മിഷൻ സമയത്ത് പഠിച്ചിട്ടുണ്ട്, സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ പുതുതായിട്ട് വരുന്ന ആ പാർട്ണർക്ക് ഒരു ഷെയർ നമ്മൾ കൊടുക്കണം. അത് കൊടുക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സാണ്. അപ്പൊ നേരത്തെ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സ് ഏത് അനുപാതത്തിലാണോ പുതിയ പാർട്ണർക്ക് ഷെയർ കൊടുക്കുന്നത് അതിനാണ് പറയുന്നത് സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അതൊക്കെ നേരത്തെ പഠിച്ചു, അഡ്മിഷൻ സമയത്ത് നമ്മൾ പഠിച്ചതാണ്. ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ. A, B and C are partners in a firm sharing profits in 5:3:2. Partner B retires and A and C decide to share future profits in 3:2. Calculate gaining ratio. അപ്പോൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോയും രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് A:B:C ഈക്വൽ ടു 5:3:2. ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് A:C ഈക്വൽ ടു 3:2. അപ്പൊ എയുടെ ഗെയിൻ എന്ന് പറയുന്നത് എക്ക് എത്ര ഷെയർ ലഭിക്കുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ആണ്. അപ്പൊ എയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 3/5 ആണ്. 3:2 ആണ് റേഷ്യോ. ഇപ്പൊ 3/5 ആണ് എയുടെ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 5:3:2 ആണ്. ദാറ്റ് ഈസ് 5/10 ആണ്. ഇപ്പൊ 3/5 മൈനസ് 5/10. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൈനസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല, കാരണം ഡിനോമിനേറ്റർ രണ്ടും വ്യത്യസ്തമാണ്. ഇപ്പൊ ഡിനോമിനേറ്റർ രണ്ടും ഒന്നാക്കാൻ വേണ്ടിയിട്ട് 3/5നെ നമുക്ക് 2 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 6/10 വരും. ഇപ്പൊ 6/10 മൈനസ് 5/10 വരും. ഇപ്പൊ 6/10 മൈനസ് 5/10 എന്ന് പറയുമ്പോൾ 10 ആണ് ഡിനോമിനേറ്റർ രണ്ടിലും. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 6 മൈനസ് 5 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് 1/10. ഇനി സീസ് ഗെയിൻ, സിക്ക് എത്രയാണ് നേട്ടം കിട്ടുന്നത്? സിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 3:2 ആകുമ്പോൾ 2/5 ആണ് മൈനസ് ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 5:3:2 ആണ്. ദാറ്റ് ഈസ് 2/10. ഇപ്പൊ 2/5 മൈനസ് 2/10. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും വ്യത്യസ്തമാണ്. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് 2/5 എന്നുള്ളത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ 4/10 വരും. ഇപ്പോൾ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യാം. 4 മൈനസ് 2 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് 2/10 വരും. ഇപ്പൊ ഗെയിനിങ് റേഷ്യോ ആയിട്ട് കിട്ടുന്നത് A:C ഈക്വൽ ടു 1:2. നെക്സ്റ്റ് എക്സാമ്പിൾ. A, B and C are partners in a firm sharing profits in 3:2:1. Partner B retires
and A and C decided to share future profits in 2:1. Calculate gaining ratio. ഇപ്പോൾ ഇവിടെ എ ബി സി അവരുടെ പഴയ റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ്. ബി റിട്ടയർ ചെയ്തതിന് ശേഷം എയുടെയും സിയുടെയും പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഗെയിനിങ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗെയിനിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് A:B:C ഈക്വൽ ടു 3:2:1. ന്യൂ റേഷ്യോ A:C ഈക്വൽ ടു 2:1. നെക്സ്റ്റ് എസ് ഗെയിൻ ഈക്വൽ ടു എസ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. എയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 2:1 ആണ് റേഷ്യോ, ദാറ്റ് ഈസ് 2/3 ആയിരിക്കും ന്യൂ ഷെയർ, മൈനസ് ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 3:2:1 ആകുമ്പോൾ 3/6 ആണ് വരിക. ഇപ്പോൾ 2/3 മൈനസ് 3/6. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും വ്യത്യസ്തമായതുകൊണ്ട് ഡിനോമിനേറ്റർ ആദ്യം ഈക്വൽ ആക്കണം. അപ്പോൾ ഈക്വൽ ആക്കാൻ വേണ്ടി 2/3 എന്ന് പറയുന്ന ആദ്യത്തെ ന്യൂ റേഷ്യോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4/6 മൈനസ് 3/6 വരും. ഇനി നമുക്ക് മൈനസ് ചെയ്യാം. ഈക്വൽ ടു 4 മൈനസ് 3 ഡിവൈഡ് ബൈ 6, ദാറ്റ് ഈസ് 1/6. നെക്സ്റ്റ് സീസ് ഗെയിൻ. സിയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 1/3 ആണ്. ഇപ്പോൾ 1/3 മൈനസ് ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 1/6 ആണ്. ഇപ്പോൾ 1/3 മൈനസ് 1/6 ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടി 1/3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 1/3 ഇൻറ്റു 2/2 മൈനസ് 1/6 ഈക്വൽ ടു 2/6 മൈനസ് 1/6, that is equal to 2 minus 1 divided by 6, that is 1/6. So gaining ratio will be A:C equal to 1:1. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഡിഫറൻസസ് ബിറ്റ്വീൻ സാക്രിഫൈസിങ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. ഫസ്റ്റ് കോളം സാക്രിഫൈസിങ് റേഷ്യോ, സെക്കൻഡ് ഗെയിനിങ് റേഷ്യോ. ഫസ്റ്റ് ഡിഫറൻസ്, ദി റേഷ്യോ ഇൻ വിച്ച് old partners sacrifice in favor of new partner. It is called sacrificing ratio. Gaining ratio, the ratio in which the continuing partners have acquired the share from the retiring or deceased partner, is gaining ratio. ഇപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്ണർ പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ആ പുതുതായിട്ട് വരുന്ന പാർട്ട്ണർക്ക് പഴയ പാർട്ട്നേഴ്സ് ഏത് അനുപാതത്തിലാണോ ഷെയർ ഓഫ് പ്രോഫിറ്റ് നൽകുന്നത് ആ അനുപാതത്തെയാണ് പറയുന്നത് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഗെയിനിങ് റേഷ്യോയുടെ കേസിൽ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പിൽ നിന്നും ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ മരണപ്പെടുകയാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ അല്ലെങ്കിൽ മരണപ്പെടുന്ന പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഏത് അനുപാതത്തിലാണോ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് ലഭിക്കുന്നത് ആ അനുപാതത്തെയാണ് പറയുന്നത് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഫറൻസ്, ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് പ്രോഫിറ്റ് വിൽ ഡിക്രീസ്. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യുക. കാരണം ഓൾഡ് പാർട്ട്നേഴ്സ് അവർക്ക് ഇപ്പോഴുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റിൽ നിന്നും ഒരു ചെറിയൊരു പങ്ക് പുതിയ പാർട്ട്ണർക്ക് വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പഴയ ഷെയർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഗെയിനിങ് റേഷ്യോയുടെ കേസിൽ റിമൈനിങ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് പ്രോഫിറ്റ് വിൽ ഇൻക്രീസ്. ദാറ്റ് ഈസ് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ കൂടി റിമൈനിങ് പാർട്ട്നേഴ്സിന് ലഭിക്കുന്നു. അപ്പോൾ അവർക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. തേർഡ് ഡിഫറൻസ്, സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഗെയിനിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഇനി ഫോർത്ത് ഡിഫറൻസ്, കാൽക്കുലേറ്റഡ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറുടെ അഡ്മിഷൻ സമയത്താണ് സാധാരണയായിട്ട് സാക്രിഫൈസിങ് റേഷ്യോ കാണുന്നത്. കാൽക്കുലേറ്റഡ് അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറുടെ റിട്ടയർമെൻറ്റ് സമയത്ത് അല്ലെങ്കിൽ ഡെത്ത് സമയത്താണ് സാധാരണ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് രണ്ട് അസൈൻമെൻറ്റുകളാണ്. ഫസ്റ്റ്, എക്സ്, വൈ ആൻഡ് സെഡ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി പ്രൊപ്പോർഷൻ ഓഫ് 1/4, 1/8 ആൻഡ് 10/16. Calculate the new profit sharing ratio between continuing partners if X retires. Calculate the gaining ratio also. ഇപ്പോൾ ഇവിടെ
പ്രൊപ്പോർഷനാണ് തന്നിരിക്കുന്നത് 1/4, 1/8 ആൻഡ് 10/16. അപ്പോൾ അത് റേഷ്യോയിലേക്ക് എഴുതുന്നതിന് മുന്നേ ആദ്യം ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഈക്വൽ ആക്കണം. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആക്കിയതിന് ശേഷം അത് റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ന്യൂ റേഷ്യോ ഗെയിനിങ് റേഷ്യോ എഴുതുക. നെക്സ്റ്റ്, എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. എ റിട്ടയേഴ്സ്. കാൽക്കുലേറ്റ് future profit sharing ratio of continuing partners and gaining ratio if they agree to acquire his share in the ratio of 5:3. ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ, എയുടെ ഷെയർ ബിക്കും സിക്കും ലഭിക്കുന്നത് 5:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അപ്പോൾ അവരുടെ ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ആക്ടിവേറ്റ് ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.